Hello everyone, it's me Savita Charles from Poothlands. നമ്മൾ ഇന്ന് കാണുന്നത് ഹാൻഡ്ലൂം കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആണ്. നമ്മൾ ഇതിനു മുമ്പും മൂന്നാല് വീഡിയോ ഒക്കെ റണ്ണിങ് ഫാബ്രിക്കുകളുടെ തന്നെ ചെയ്തിരുന്നു ഹാൻഡ്ലൂം കോട്ടൺ വെച്ചിട്ട്. അപ്പോൾ അതിലൊന്നും വരാത്ത കുറച്ച് കളേഴ്സ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. മാത്രമല്ല അതിൽ കണ്ടപ്പോൾ നമ്മൾ കാന്താവർക്കിന്റെ മാത്രമായിട്ടുള്ളതും ജക്കോഡിന്റെ മാത്രമായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള വീഡിയോകളാണ് കണ്ടിരുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന റണ്ണിങ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത് ജക്കാർഡും കാന്താവർക്കും കൂടെ മിക്സ് ആയി വന്നിട്ടുള്ള ഫാബ്രിക്കുകളാണ് കേട്ടോ. പ്രൈസ് എല്ലാം മുൻപത്തെ വീഡിയോയിലത്തെ പോലെ തന്നെ 159 പെർ മീറ്ററിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്. അപ്പൊ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പേയ്മെന്റ് ചെയ്യേണ്ടതെന്നും കൊറിയർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. ഇതെല്ലാം തന്നെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പുതിയ ഫോളോവേഴ്സ് ആയിരിക്കാം. പ്രൈസ് എത്രയാണ് അല്ലെങ്കിൽ ഷോപ്പിൽ കിട്ടുമോ എന്നൊക്കെ പിന്നെയും ചോദിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. അപ്പൊ വീഡിയോ ഫുൾ ആയിട്ടൊന്ന് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ പർച്ചേസ് ചെയ്യുക. നമുക്ക് കണ്ടു തുടങ്ങാം. ഞാൻ പറഞ്ഞല്ലോ വന്നിരിക്കുന്നത് ഹാൻഡ്ലൂം കോട്ടണിലാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് തന്നെയാണ്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാം. പിന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഫാബ്രിക്കും സെയിം തന്നെയാണ്. നമ്മൾ ഇതിന്റെ ലാസ്റ്റിൽ അത് കാണുന്നുണ്ട്. മാത്രമല്ല വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെ നമുക്ക് ചെയ്യാട്ടോ. ഞാൻ ചെയ്തിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെയാണ്. അപ്പോ ആദ്യമൊക്കെ കണ്ട വീഡിയോയിൽ നമ്മൾ ചെയ്തപ്പോൾ രണ്ട് ഫാബ്രിക്കും വെച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. കാന്താവർക്ക് എടുക്കും, ജക്കാർഡ് എടുക്കും, എന്നിട്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന റണ്ണിങ് ഫാബ്രിക്കിൽ രണ്ട് പാറ്റേണും മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ജക്കാർഡും വന്നിട്ടുണ്ട്, റണ്ണിങ് സ്റ്റിച്ചും വന്നിട്ടുണ്ട്, കാന്ത സ്റ്റിച്ചും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഫാബ്രിക് തന്നെ കട്ട് ചെയ്തൊന്ന് ഡിസൈൻ ചെയ്ത് വെയർ ചെയ്താണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തകൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് സെയിം ഫാബ്രിക് ആണ്. ഇതിനകത്ത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടല്ല നമ്മൾ ഫാബ്രിക് കട്ട് ചെയ്തത്. പക്ഷെ അതിന്റെ ഡിസൈൻ നമ്മൾ ചെയ്തപ്പോൾ ഇങ്ങനെ സെൻട്രൽ ആയിട്ട് ഇങ്ങനെ ഒരു സ്ലാൻഡിങ് പോലെ കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു തുടങ്ങാം കേട്ടോ. ഇതിന്റെ തന്നെ പല കളേഴ്സ് ആണ് നമ്മൾ കാണുന്നത്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് മെഹന്തി യെല്ലോ എന്ന് പറയാം. ആ ഒരു കളറിലാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് പോയിട്ടുള്ള ആ ഒരു കാന്തയും ജക്കാർഡും ഒക്കെ ക്രീം കളറിലാണ് പോയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്ന് ഓപ്പൺ ആയിട്ട് നോക്കാം. നല്ല ഭാഗം ഞാൻ കാണിച്ചു തരാം. നല്ല ഭാഗം വരുന്നത് ഇങ്ങനെയാണ്. രണ്ട് ഭാഗം ഉണ്ടാവുമല്ലോ ജക്കാർഡൊക്കെ ആവുമ്പോൾ. അതിന് നല്ല ഭാഗം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. 159 പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിലാണ് കേട്ടോ ഫാബ്രിക്കിന്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. ജക്കാർഡ്, കാന്ത, അങ്ങനെ പല തരത്തിലുള്ള വർക്കുകളാണ് ഈ സെയിം ഫാബ്രിക്കിൽ തന്നെ പോയിട്ടുള്ളത്. നമുക്കിത് കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള പലാസോ ഒക്കെ വെച്ച് വെയർ ചെയ്യുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയായിരിക്കും നമ്മൾ വെയർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു ഗ്രീൻ കളറിൽ വന്നിട്ടുള്ളതാണ്. പേസ്റ്റൽ ഗ്രീനിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതും സെയിം തന്നെ ഡിസൈൻ ആണ്. ഇതിനകത്ത് പോയിരിക്കുന്ന ആ എന്താ പറയുന്ന കളർ മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. അതായത് ഫാബ്രിക്കിന്റെ കളറിന് മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ഡിസൈൻ എല്ലാം സെയിം ആണ്. ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ ഡിസൈൻ പോകുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ്. നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഗ്രീൻ കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. നമ്മൾ ഇതുവരെയും ഈ ഹാൻഡ്ലൂമിൽ ചെയ്യാത്ത കളേഴ്സ് ആണ് ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഒരു ബ്ലൂ കളറിലാണ്. ഇതും നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ബ്ലൂ എന്ന് നമുക്ക് പറയാം. അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു സോഫ്റ്റ് കളേഴ്സ് ആണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അധികം തന്നെ സോഫ്റ്റ് കളേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇത് വരുന്നത്. ഇനി നമുക്ക് ഇത് രണ്ടും വെച്ചിട്ടും ടോപ്പും ബോട്ടവും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള കോട്ട് സെറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആയിരിക്കും നമ്മൾ അങ്ങനെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു പീച്ച് കളറിൽ വന്നിട്ടുള്ളതാണ്. നമ്മൾ കാണുന്നത് എല്ലാം തന്നെ 44 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 159 പെർ മീറ്ററിലാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ കളറിൽ ഒരു വേരിയേഷൻ വീഡിയോഗ്രാഫിയിൽ വരും. അതൊന്ന് എക്സ്പെക്ട് ചെയ്യണം. നമ്മുടെ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അറിയാം
നമുക്ക് എത്രത്തോളം ചേഞ്ച് ഉണ്ടെന്ന് ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇത് നല്ല ഭംഗിയുള്ള പേസ്റ്റൽ കളറിലാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഡിസൈൻ കാണാമല്ലോ. ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ സെയിം തന്നെ നമ്മൾ ഇത്ര നേരം കാണുന്നതെല്ലാം തന്നെ സെയിം ഡിസൈനിൽ വന്നിട്ടുള്ളതാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ചേഞ്ച് ആയിട്ടുള്ള ഫാബ്രിക്കുമാണ്, അതുപോലെ തന്നെ ഡിസൈനും ചേഞ്ച് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ കളറിലാണ് കേട്ടോ. ഒരു ഗ്രീനിൽ തന്നെ വേറൊരു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഞാൻ ഇതിന്റെ വെച്ച് കാണിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിന്റെ ക്ലോസ് വ്യൂയിലുള്ള എന്താ പറയുന്നത് എങ്ങനെയാണ് ഇതിനകത്ത് പോയിട്ടുള്ള സ്റ്റിച്ച് പോയിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. നമ്മുടെ കയ്യിൽ ഈ ഒരു കളറിൽ മാത്രമേ ഈ വരുന്ന ഒരു പാറ്റേൺ ഉള്ളൂ. ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിന്റെ പാറ്റേൺ പോകുന്നത്. ഇനി ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതിനകത്ത് പോയിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് എങ്ങനെയാ പോകുന്നതെന്ന്. രണ്ടിഴ പോലെയാണ് ഇതിനകത്തുള്ള റണ്ണിങ് പോയിട്ടുള്ളത്. പിന്നെ പോയിരിക്കുന്നത് റണ്ണിങ്ങും ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയി കിടക്കുന്ന പോലെയാണ്. നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ കാണുന്നത്. പ്രൈസിന് ചേഞ്ച് വന്നിട്ടില്ല. 159 പെർ മീറ്ററിൽ തന്നെയാണ്. 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഈ ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇത്ര നേരം നമ്മൾ കണ്ടതെല്ലാം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇത് കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ളതാണ്. അത് വാഷ്ഡും അൺവാഷ്ഡും എന്നൊക്കെ പറയുന്ന പോലെ വന്നിരിക്കുന്നതാണ്. പക്ഷെ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് തന്നെയാണ്. ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള, കുറച്ച് നമ്മൾ കണ്ടതിൽ നിന്ന് കുറച്ചും കൂടി എന്താ പറയുന്ന സ്റ്റിഫ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഒത്തിരി സ്റ്റിഫ് അല്ല, എങ്കിലും ഞാൻ അതിന്റെ ഫീലിംഗ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി നമ്മൾ കാണുന്നത് വേറൊരു ഡിസൈൻ ആണ്. നല്ല ഭംഗിയുള്ള ഡിസൈൻസ് തന്നെയാണ് എല്ലാം തന്നെ. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ബ്ലൂ കളറിൽ, നേവി ബ്ലൂ കളറിൽ ഒരു സ്റ്റിച്ച് തന്നെയാണ് ഇതിനകത്ത് പോയിട്ടുള്ളത് വർക്കായിട്ട്. നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. ചിക്കു കളറിലുള്ള ത്രെഡ് ആണ് കേട്ടോ ഇതിനകത്ത് പോയിട്ടുള്ളത്. ഒരു പ്രത്യേക തരത്തിലുള്ള എംബ്രോയിഡറി വർക്കാണ്. നിങ്ങൾ നോക്കിയേ, എന്താ പറയുന്നത് ക്രോസ് പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ സ്റ്റിച്ചിങ് പോയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 159 തന്നെയാണ്. അപ്പോൾ വിഡ്ത്ത് 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാട്ടോ. നമ്മൾ കാണുന്നതെല്ലാം തന്നെ 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് വന്ന് നമ്മൾ കാണുന്നത്, ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക് ആണ്, സെയിം കളറാണ്. ഇത് നമ്മൾ ആദ്യം കണ്ട സെയിം പാറ്റേണിലാണ്, അതിന്റെ കളർ ചേഞ്ച് ആണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം കണ്ടില്ലേ 2-3-4 കളർ കണ്ടില്ലേ, ആ ഒരു കളറിൽ തന്നെ സെയിം പാറ്റേണിൽ തന്നെയാണ് ഇതിനകത്തുള്ള കാന്തയും ജക്കാർഡൊക്കെ പോയിട്ടുള്ളത്. വെച്ച് കാണിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക് തന്നെയാണ്, വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ക്ലോസ് വ്യൂലൊന്ന് കാണിച്ചു തരാം. കാന്ത പോകുന്നു, റണ്ണിങ് സിഗ്സാഗ് ഉണ്ട്, ജക്കാർഡ് ഉണ്ട്. അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നമ്മളിന്ന് കണ്ടതെല്ലാം തന്നെ. എല്ലാം ഹാൻഡ്ലൂം കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ജക്കാർഡിലും കാന്തയിലുമുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആണ് കണ്ടിരുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 159 പെർ മീറ്ററിലാണ്. നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനോ അതല്ലെങ്കിൽ ഒരു കോട്ട് സെറ്റ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു പീസായിട്ട് നമുക്കിത് വെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മളിന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യേണ്ട വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഔട്ട് ആകുന്ന വീഡിയോയുടെ പിക്ചർ നമ്മൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാനും അതിൽ നിന്ന് പിക്ചർ കണ്ട് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മളെല്ലാം തന്നെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് പേരൊക്കെ അത് ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ആ നമ്പർ ചേഞ്ച് ആയി നിങ്ങളുടെ മണി തന്നെ ലോസ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ QR കോഡ് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ QR കോഡ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം സാധിക്കുന്നതാണ്. അങ്ങനെ അറിയുന്നില്ല കഴിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിൽ നോക്കി വളരെ ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി 500 എബവ് വരുന്ന ബില്ലുകളെല്ലാം കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്.
ഔട്ട്സൈഡ് കേരളയ്ക്ക് നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 500 ബിലോയ്ക്ക് വരുന്നതിനും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന്. നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ DTDC ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യുക. അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ കുറച്ച് പേര് ചോദിക്കുന്നതാണ് ഷോപ്പിൽ അവൈലബിൾ ആണോ? അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആകുന്ന ഡേ മോർണിംഗ് സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഷോപ്പ് എവിടെയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പറയട്ടെ, അങ്കമാലി ടൗണിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. SBI ബാങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു മൊബൈലിൽ തന്നെയാണ്. ഒരു ഫിൽറ്ററും ഇല്ലാതെയാണ് റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഒരു 10 to 15% കളർ വേരിയേഷൻ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ വാങ്ങിക്കാനായിട്ട്. നമ്മളിത് സെയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു ഫിൽട്രേഷനുള്ള വെച്ചിട്ടല്ല നമ്മളിത് പർച്ചേസ് ചെയ്യുന്നതെങ്കിലും ഫോട്ടോയും വീഡിയോഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. മാക്സിമം ഞാൻ കാണിക്കാവുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഒന്നും തന്നെ നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ ഒത്തിരി ഫാബ്രിക്സ് വെച്ച് ചെയ്യാറുണ്ട്. മൊഡാല്, സെമി ടസർ, കോട്ടൺ ലിനൻ, പ്യുർ കോട്ടൺ, പ്യുർ ഹാൻഡ് ബ്ലോക്ക് കോട്ടൺ എല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട്. പ്യുർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് മസ്റ്റായിട്ട് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യണേ. അപ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഞാൻ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഒന്ന് പറയുകയാണ്. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പൊഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫാബ്രിക് അതിനകത്ത് 3 മണിക്കൂർ വയ്ക്കുക. അതിന് ശേഷം വേണം അതെടുത്ത് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ക്ലോത്ത് ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഡിസൈനർ ടീമിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം: 8891060225, 8891060225. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9:30 AM മുതൽ ഈവനിങ് 7:30 PM വരെയാണ്. നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം രാവിലെ ആയിരുന്നു എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാറ്. പിന്നീട് അത് 2 എണ്ണം ഉച്ച കഴിഞ്ഞത്തേക്ക് മാറ്റി. ഇപ്പോൾ നമ്മൾ പിന്നെയും പഴയതുപോലെ തന്നെ രാവിലെ 7:30 മുതലാണ് നമ്മൾ വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ 3 വീഡിയോ ആയിരിക്കും റണ്ണിങ് ഫാബ്രിക്സിൻ്റെ ഉണ്ടാവുക. 7:30 AM, 8 AM, 8:30 AM. പിന്നെ 9 AM, 9:30 AM വരുന്നത് കോട്ടൺ ഷർട്ടിങ്ങോ അല്ലെങ്കിൽ കുർത്തയോ സാരിയോ ടേബിൾ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ ഒരു സമയത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഒരു 10:30 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ പോസ്റ്റിംഗ് കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, 9:30 AM ഷോപ്പ് വർക്കാവുന്നത്, 7:30 AM വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് ഒന്ന് മനസ്സിൽ എല്ലാവരും കരുതണം. അതുപോലെ തന്നെ കുറേ മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് ഡിലേ വരുന്നത്. അതല്ലാതെ നമ്മൾ ആരെയും മനഃപൂർവ്വം ഒഴിവാക്കുന്നത് അതല്ല. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ പർച്ചേസ് ചെയ്യാനായിട്ട്. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.